മെൽവിൻ, തെറ്റായ കൂട്ടുകെട്ട് നാശത്തിലേക്ക് നയിക്കുമെന്ന് പറയാറുണ്ട്. വേദപുസ്തകത്തിൽ ഇളയ മകൻ തെറ്റായ സൗഹൃദത്തിലൂടെ ദുർനടപ്പുകാരനായതിനാൽ അവന്റെ ജീവിതം തന്നെ പാഴായി പോയില്ലേ മോനെ? നിങ്ങളുടെ തെറ്റായ സൗഹൃദം കാരണം എല്ലാരും നിങ്ങളെ വെറുത്തേക്കാം. എന്നാൽ യേശു നിങ്ങളെ വെറുത്തില്ല. അവന് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നിന്റെ ജീവിതം വീണ്ടും പടുത്തുയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തളർന്നു പോയിരിക്കുകയാണോ? നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലേ? ആ സ്നേഹവും അനുഗ്രഹവും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ് നിങ്ങളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ. കുടുംബങ്ങളിൽ കാണപ്പെടുന്ന അനുഗ്രഹമില്ലായ്മ മാറി ഓരോ കുടുംബത്തിലും സമാധാനമുണ്ടാകുവാനും വീടുകൾ തോറും സമാധാനമുണ്ടാകുവാനും വേണ്ടി ഒരു ലക്ഷ്യത്തോടെ ഈ പരിപാടി കർത്താവ് തന്നെ നടത്തി വരികയാണ്. ഈ പരിപാടി കാണണമെന്ന് മാത്രമല്ല, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഇന്നേ ദിവസം തെറ്റായ കൂട്ടുകെട്ട് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. തെറ്റായ കൂട്ടുകെട്ട് നാശത്തിൽ കലാശിക്കും എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അനേകം ദൈവമക്കൾ തെറ്റായ സൗഹൃദങ്ങൾ കാരണം ആത്മീയ പാതയിൽ നിന്നും വഴിതെറ്റിപ്പോയി യേശുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അനേകം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കണ്ണുനീരോടെ നിൽക്കുകയാണ്. നിന്റെ സുഹൃത്ത് ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് പറയാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് എങ്ങനെയുള്ളവനാണോ അതേപോലെ അയാളുടെ സ്വഭാവം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും. അതിനാൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആരുടെ കൂടെയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ കൂട്ടുകെട്ട് മോശമായ സ്വഭാവക്കാരുമായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം തന്നെ നശിപ്പിക്കും. യൂദാസ് ഇസ്കരിയോസ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എപ്പോൾ ഒരു തെറ്റായ കൂട്ടുകെട്ട് അയാൾക്ക് ഉണ്ടായോ അന്ന് പണത്തിന്റെ അത്യാഗ്രഹം അയാൾക്കുണ്ടായി. തെറ്റായ ഉപദേശം കാരണം കുറ്റം ചെയ്യാത്ത ഒരാളെ ഒറ്റിക്കൊടുത്തു. അതിനുശേഷം തൂങ്ങി മരിച്ചു. അയാളുടെ അന്ത്യം സഹതാപാർഹമായിരുന്നു. ഇന്ന് കർത്താവ് നിങ്ങളെ ഉപദേശിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. നല്ല ആത്മീയ ജീവിതത്തിൽ പക്വതയുള്ളവരോടൊപ്പം നിങ്ങളുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം. ഞാൻ ചെറിയ കൊച്ചൊന്നുമല്ല. സംസാരിക്കേ. വേദനിക്കുന്നു മോനെ, സോറി. എന്താടാ കൈ തട്ടി മാറ്റിയത്? നീയല്ലേ തെറ്റ് ചെയ്തത്? എന്നുവെച്ച് അടിക്കോ? എന്താ പറയുന്ന മെൽവിൻ? നീ സംസാരിക്കുന്നത് അച്ഛനോടാ. അച്ഛനാന്ന് വെച്ച് അടിക്കാൻ പറ്റുമോ? നിന്റെ ഈ അധിക പ്രസംഗത്തിന് ഞാൻ തന്നെ നിന്നെ തല്ലിയെന്നിരിക്കും. നിന്നെ ലാളിച്ചു വളർത്തിയതിന് നീ ചെയ്യുന്ന പ്രത്യുപകാരമായത്. അതെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്ന് നിന്നെ. എന്തു പറ്റിയടാ നിനക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്താ അങ്ങനെ ചോദിച്ചു? നിനക്കെന്ത് പ്രശ്നോ? നീ കാരണം മറ്റുള്ളവർക്കല്ലേ.
നീ നിന്റെ പണിയെടുക്കാൻ നോക്ക്, വെറുതെ എന്റെ കാര്യം നോക്കണ്ട. നീ എന്തിനാ അച്ഛനോടും അമ്മയോടും കയർത്ത് സംസാരിക്കുന്നേ? അത് നിനക്കടി കിട്ടിയാലേ മനസ്സിലാവും. ഇപ്പൊ കിട്ടിയത് എനിക്കല്ലേ. അതിന് എന്തും സംസാരിക്കാവോ? നിന്നോട് സംസാരിച്ച് വെറുതെ സമയം കളയാൻ എനിക്ക് നേരമില്ല. നീ വേറെ ആളെ നോക്ക്. അതല്ല പിന്നെ നിങ്ങളെന്താ നടന്നതൊക്കെ ആലോചിച്ചിരിക്കുകയാണോ? വിഷമിക്കേണ്ടെന്നേ. ഞാൻ എന്ത് ചെയ്യാനാ? അവനെ അടിച്ചതോർത്ത് സങ്കടപ്പെടണോ, അതോ അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ദുഃഖപ്പെടണോ? ഒന്നും അറിയില്ല ജ്യോതി. പോട്ടെന്നേ, എല്ലാം ശരിയാകും. ആ, അതുപോട്ടെ, ഇന്ന് നിങ്ങൾ കടയിലേക്ക് പോയില്ലേ? ഇല്ല ജ്യോതി, മനസ്സിനൊരു സമാധാനമില്ല. ഇന്ന് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഓ, അത് ശരി. ജ്യോതി, ആ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മനസ്സിനും സമാധാനം കിട്ടും. എന്നാ ശരി, പോയിട്ട് വാ. എനിക്കെന്തോ അവന് തെറ്റായ കൂട്ടുകെട്ട് ഉണ്ടെന്നാ തോന്നുന്നത് അങ്കിൾ. അതാണ് മോളെ സത്യം. ഞാനും അത് കണ്ടു ജ്യോതി. അവന്റെ ചുറ്റിനും എല്ലാരും സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. മെൽവിനും പുക വലിച്ചോ? അവൻ സിഗരറ്റ് വലിച്ചോ എന്നുള്ളത് ഞാൻ കണ്ടില്ല, കാരണം അത്ര വ്യക്തതയില്ലായിരുന്നു. പക്ഷേ അവന്റെ ചുറ്റിനുമുള്ള പിള്ളേര് ശരിയല്ലെന്ന് മാത്രം എനിക്കറിയാം. ഡാനി കൊടുത്ത ലാളന അവൻ ശരിക്കും പ്രയോജനപ്പെടുത്തി. തുടക്കത്തിലേ ഒന്ന് നിയന്ത്രിക്കണമായിരുന്നു. നിനക്കും നിയന്ത്രിക്കാൻ സാധിച്ചില്ല, ഡാനിയും നിയന്ത്രിച്ചില്ല. ഇപ്പൊ അവൻ ചേരാൻ പാടില്ലാത്തടത്താ ചേർന്നിരിക്കുന്നത്. അവനെ ഇതിന്ന് പുറത്തു കൊണ്ടുവരണം അങ്കിൾ. അവനു വേണ്ടി അങ്കിൾ പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ അവനോടൊന്ന് സംസാരിക്കാമോ അങ്കിൾ? ശരി ജ്യോതി. ചേട്ടാ, ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്താ കാര്യം രഞ്ജിത്തെ? മകനെ കുറിച്ചാ. മെൽവിനെ കുറിച്ചോ? അതെ ചേട്ടാ. എന്താ കാര്യം? എൻ്റെ വീടിനടുത്തായിട്ട് ഒരു ചെക്കനുണ്ട്. അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല ചേട്ടാ. ഏത് സമയത്തും വെള്ളം അടിച്ചുകൊണ്ട് കറങ്ങിടപ്പാണ് പണി. ഇപ്പോൾ കുറച്ചാലായിട്ട് മയക്കുമരുന്നിന് അടിമയാ. ശരി, അതും മെൽവിനും തമ്മിൽ എന്താ ബന്ധം? ഈ കുറച്ച് നാളായിട്ട് മെൽവിനെ അവനോട് ഞാൻ കാണുന്നുണ്ട്. അവനോട് കറങ്ങുന്നത്, ബൈക്കിൽ പോകുന്നത് എല്ലാം ഇപ്പോൾ അവൻ്റെ കൂടെ തന്നെ. മെൽവിനും അങ്ങനെ എന്തെങ്കിലും ദുശീലങ്ങള്? ഇല്ല, ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും കണ്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ളവന്മാരോട് കൂട്ടുകൂടിയാൽ ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ശീലങ്ങളുണ്ടാവും. ദയവേത് ചേട്ടൻ അവനെ ഒന്ന് ശാസ്ത്രം നിർത്തണം. ശരി രഞ്ജിത്തെ. ശരി ചേട്ടാ. അപ്പൊ ശരി, പിന്നെ കാണാം. മെൽവിൻ, വാ, വന്നിവിടെ ഇരിക്കെ. നിന്നെ ഞാൻ കോളേജിലോട്ട് പറഞ്ഞു വിട്ടത് പഠിക്കാൻ വേണ്ടിയാ, അല്ലാതെ കാലിപ്പിള്ളാറോടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയല്ല. ഞാൻ ആരുടെ കൂടെയും കറങ്ങിയില്ലല്ലോ. എല്ലാം ഞങ്ങൾക്കറിയാം മെൽവിൻ. നീ ആരുടെ കൂടെയാ ഇടപഴകുന്നത്, നിന്റെ ആ ഫ്രണ്ട്സ് എങ്ങനെയുള്ളവരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അവരൊക്കെ എങ്ങനെയുള്ളവരായാലും അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ. ഞാൻ അങ്ങനെയൊന്നുമല്ലല്ലോ. പൂവിനോട് ചേർന്ന നാരും മണക്കും, പന്നിയോട് ചേർന്ന എന്താടാ ഇങ്ങനെ നോക്കുന്നേ? അവള് പറഞ്ഞത് സത്യമല്ലേ? മെൽവിൻ, ഞാനാ മെൽവിൻ നിന്നെ വഷളാക്കിയത്. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. പ്ലീസ് മോനെ, ഈ കൂട്ടുകെട്ട് നിനക്ക് വേണ്ടടാ. എന്താ ഇത്? കരയാതെ മെൽവിൻ. തെറ്റായ കൂട്ടുകെട്ട് നാശത്തിലേക്ക് നയിക്കുമെന്ന് പറയാറുണ്ട്.
വേദപുസ്തകത്തിൽ ഇളയ മകൻ തെറ്റായ കൂട്ടുകെട്ടിലൂടെ ദുർനടപ്പുകാരനായതിനാൽ അവന്റെ ജീവിതം തന്നെ പാഴായി പോയില്ലേ മോനെ? അപ്പനുമായിട്ട് വഴക്കുണ്ടാക്കി വീട് വിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ടുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടില്ലേ? വളരെ മോശമായ സ്ഥിതിയിലായി. ഞാനും അങ്ങനെയൊക്കെ ആവുന്നാണോ പറഞ്ഞു വരുന്നത്? എന്റെ കാര്യം എനിക്കറിയാം. ഞാൻ ആരുടെ കൂടെ നടന്നാലും ഞാൻ ചീത്തയാവില്ല. അങ്ങനെ അല്ല മെൽവിൻ. ഇപ്പോഴും കണ്ടില്ലേ, നിന്റെ സ്വഭാവത്തിനും സംസാരത്തിനും എല്ലാം ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മുമ്പൊന്നും നീ എതിർത്ത് സംസാരിക്കാറില്ല. ഇപ്പൊ എല്ലാ കാര്യത്തിനും എതിർത്ത് സംസാരിക്കുക, വഴക്കിന് വരിക. ഈ സ്വഭാവമൊക്കെ നിനക്ക് എവിടുന്നാ കിട്ടിയത്? നിന്റെ കൂട്ടുകെട്ടൊന്നും അത്ര ശരിയല്ല മോനെ. വേണ്ട മോനെ, ഇതവസാനം നിന്നെ ഒരു വലിയ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. എന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെയുള്ളവരല്ല. അവരെനിക്കറിയാം. എടാ മോനെ, എടാ, എന്താ ഇവനിങ്ങനെ? ഹലോ ഹലോ, ഹലോ, പറയൂ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. മെൽവിൻ നിങ്ങളുടെ മകനാണോ? അതെ സർ. ഹലോ. ഹലോ, ഞാൻ SI ആണ് സംസാരിക്കുന്നത്. SIയോ? എന്താ സാറേ, പറയൂ. മെൽവിൻ നിങ്ങളുടെ മകനല്ലേ? അതെ സർ. വാ മോനെ, വന്നിരിക്കേ. ഇവനും ഇവന്റെ ഒരു കൂട്ടുകാരനും ബൈക്കിൽ വേഗത്തിൽ പോവുകയായിരുന്നു. പോയ സ്പീഡിൽ ഒരുത്തന്റെ മേത്ത് കൊണ്ടുവന്ന് ഇടിച്ചു. ഇപ്പോ അയാൾ സീരിയസ് ആയിട്ടിരിക്കുക. ഇവന്റെ കൂട്ടുകാരൻ നന്നായിട്ട് മദ്യപിച്ചിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇവൻ മദ്യപിച്ചിരുന്നില്ല. പഠിക്കുന്ന പയ്യനായോണ്ട് വെറുതെ വിട്ടതാ. അറസ്റ്റ് ചെയ്ത് ജയിലിലെങ്ങാണ് ഇട്ടിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എന്നോട് ക്ഷമിക്കച്ച. അമ്മ, സോറി അമ്മ. ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല അമ്മ. അച്ഛാ, സോറി അച്ഛാ. എന്നോടൊന്ന് ക്ഷമിക്കച്ച. അമ്മ, സോറി അമ്മ. എന്നോട് എന്തെങ്കിലും ഒന്ന് പറയമ്മേ. അച്ഛാ, ഇനി ഞാൻ അച്ഛൻ പറയുന്നതൊക്കെ കേട്ടോളാം. എന്നെ ഒന്ന് വിശ്വസിക്കച്ച. അമ്മ, ഇനി ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാം. എന്നോട് എന്തെങ്കിലും ഒന്ന് പറയമ്മേ. അമ്മ എന്നോടൊന്ന് സംസാരിക്കില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? അച്ഛാ, ഞാൻ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്കൊന്നും പോവില്ല അച്ഛാ. ഞാനിനി പഴയ പോലെ തന്നെ ആയിക്കോളാം അച്ഛാ. മെൽവിൻ,
ചേച്ചി സുഖാണോ? ആ സുഖായിരിക്കുന്നു ജെൻസി. നീ എപ്പോഴാ വന്നത്? സെമസ്റ്റർ ലീവാണ് ചേച്ചി. ഏട്ടന്റെ അടുത്ത് നിക്കാമെന്ന് കരുതി. വന്നിട്ട് 2 ദിവസമായി. 2 ദിവസമായോ? ശരി മോളെ, നീ വീട്ടിലേക്ക് വെക്കോ, ഞാൻ പിന്നെ വന്ന് കാണാം. ശരി ചേച്ചി. ഇന്ന് നിങ്ങൾ തെറ്റായ ഒരു കൂട്ടുകെട്ട് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് കണ്ടില്ലേ? ഇപ്പോൾ കർത്താവിന്റെ വചനങ്ങൾ പങ്കുവച്ച് കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ സഹോദരി അനിത ഭാനു അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നല്ല വീട് എന്ന ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശു വിടുവിക്കുന്ന ശുശ്രൂഷയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടി അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം തെറ്റായ കൂട്ടുകെട്ട് എന്ന തലക്കെട്ടിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വചനങ്ങൾ ധ്യാനിച്ച് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ധാരാളം പേരുടെ ജീവിതം നശിച്ചു പോകാനുള്ള കാരണം എന്താണെന്നോ, അനാവശ്യമായ പല സൗഹൃദങ്ങളും അനാവശ്യമായ പല ശീലങ്ങളും പഠിക്കുന്നതും കൊണ്ടാണ് പലരുടെയും ജീവിതം താറുമാറായി പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ചടക്കമില്ലാത്ത ജീവിതമാകുന്നു, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിതമായി തീരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്ത കൂട്ടുകാരുമായിട്ടുള്ള സൗഹൃദവും മറ്റും. ഇതാണ് തെറ്റായ കൂട്ടുകെട്ട്. അതായത് നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ഒരു സംഭവം എഴുതപ്പെട്ടിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ 11-ാം വചനത്തിൽ നിന്ന് 32-ാം വചനം വരെയുള്ള ആ ഭാഗം നാം വായിച്ചു നോക്കിയാൽ ഒരു അപ്പന് 2 ആൺമക്കളുണ്ട്. മൂത്ത മകൻ അപ്പൻ പറയുന്നതെല്ലാം അനുസരിക്കും, വളരെ ശാന്തമായ ഒരു ജീവിതം നയിച്ചിരുന്നു. എന്നാൽ ഇളയ മകന്റെ കാര്യമെടുത്താൽ വസ്തുവിൽ തന്റെ പങ്ക് തനിക്ക് വേണമെന്ന് പറഞ്ഞ് തന്റെ പങ്കും വാങ്ങിച്ചുകൊണ്ട് അപ്പനെ ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഒന്നാമതായി അവൻ പോയതിന് കാരണം എന്താണെന്നറിയാമോ? 13-ാമത്തെ വചനം നാം വായിച്ചു നോക്കിയാൽ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവന്റെ ജീവിതം, 2-ാമത്തെ മകന്റെ ജീവിതം ദുർമാർഗമായ ജീവിതമായിരുന്നു, ദുർനടപ്പുകാരനായി. അതുകൊണ്ടാണ് അപ്പനിൽ നിന്നും അവന് കിട്ടാനുള്ള പങ്കും വാങ്ങിച്ചുകൊണ്ട് അപ്പനെ ഉപേക്ഷിച്ചു പോയത്. ദൂരദേശത്തേക്ക് യാത്രയായി. അവൻ ദുർമാർഗികളായ കൂട്ടുകാരോടൊപ്പം ചേർന്നതിനാൽ, ഒരു ദുർമാർഗമായ ജീവിതം അവൻ നയിച്ചതിനാലാണ് അവന്റെ ജീവിതം നശിച്ചു പോകാൻ ഇടയായത്. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, തന്നിഷ്ടം പോലെയല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ടോ? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, സമാധാനമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചു നോക്കുക, അവരിലൂടെ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഇല്ല, തീർച്ചയായും ഉണ്ടാവില്ല. 2-ാമതായി ഇയാളുടെ ജീവിതത്തിൽ നടന്ന കാര്യം എന്താണെന്നോ, അതേ അധ്യായത്തിലെ 13-ാം വചനം എന്താണ് പറയുന്നതെന്നോ, അപ്പനില്ലാത്ത ഒരു ജീവിതം, അപ്പനെ ഉപേക്ഷിച്ച് അയാൾ പോയി. ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അപ്പന്റെ കൺട്രോളിലാണെങ്കിൽ, അപ്പന്റെ കരുതലിൽ ജീവിച്ചാൽ, അപ്പനുമായി സ്നേഹത്തോടെ ജീവിച്ചാൽ, തീർച്ചയായും അപ്പൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നല്ല അച്ചടക്കമുള്ള ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ അവൻ തന്നിഷ്ടം പോലെ ജീവിക്കാൻ പോയതുകൊണ്ട്, അപ്പനെ വേർപിരിഞ്ഞ് ദൂരദേശത്തേക്ക് പോയതുകൊണ്ട് ഒരച്ചടക്കവുമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് തള്ളപ്പെട്ടു. അപ്പനില്ലാത്ത ഒരു ജീവിതം. ആ മൂത്ത മകന്റെ കാര്യമോ, അപ്പന്റെ കൂടെ നിന്ന് അപ്പൻ പറഞ്ഞത് അനുസരിച്ചതിനാൽ, വസ്തുവകകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു, അപ്പനെ അനുസരിച്ച് ജീവിച്ചതിനാൽ അവൻ ഒരു പ്രശ്നവുമില്ല. ഈ ഇളയ മകൻ അപ്പൻ പറഞ്ഞതനുസരിക്കാതെ ദൂരദേശത്തേക്ക് പോയതിനാൽ ഇവന്റെ ജീവിതത്തിലാണ് പ്രശ്നമുണ്ടായത്. നാം ചിന്തിക്കണം, നമുക്കൊരു പിതാവുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ പിതാവ് ഈ വേദപുസ്തകത്തിലൂടെ ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ലോകത്ത് നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് നാം പരിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടത്, എങ്ങനെ നാം സത്യസന്ധതയോടുകൂടി ജീവിക്കണം എന്നുള്ളതൊക്കെ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്ന് ഈ വേദപുസ്തകം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും നമ്മെ തേടിയെത്തും. നാം കർത്താവിന്റെ പരിപാലനത്തിലായിരിക്കും. അവൻ താങ്ങായിട്ടുണ്ടാവും. നമുക്ക് ദുഃഖം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴോ പോരാട്ടം വരുമ്പോഴോ ആ പിതാവ് നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ വഴി നയിക്കുന്നതായി നമുക്കറിയാൻ സാധിക്കും. മൂന്നാമതായി ഇവൻ ചെയ്ത കാര്യം എന്താണെന്നോ,
അപ്പനിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ വസ്തുക്കളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാം നാനാവിധമാക്കി കളഞ്ഞതിനാൽ ഇവിടെ 14-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന് മുട്ടുവന്നു തുടങ്ങി എന്നാണ്. എല്ലാം ചെലവഴിച്ച ശേഷം അവന് മുട്ടുവന്നു തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് മുട്ടുവന്നു തുടങ്ങി. ഉള്ളതെല്ലാം ചെലവാക്കി കളഞ്ഞു. ആർക്കു വേണ്ടിയാണ് ചെലവഴിച്ചത്? എന്തിനു വേണ്ടിയാണ് ചെയ്തത്? അപ്പനിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ വസ്തുവകകളെല്ലാം ആർക്കു വേണ്ടിയാണ് ചെലവാക്കിയത്? അതൊക്കെ അവൻ സൂക്ഷിക്കണമായിരുന്നു. നല്ലവനായിരുന്നെങ്കിൽ സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം നാനാവിധമാക്കിയ ശേഷം അവന്റെ ജീവിതത്തിൽ എന്താണുണ്ടായത്? മുട്ടുവന്നു തുടങ്ങി. ഇന്ന് പലരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൻ സ്വരുക്കൂട്ടി വെച്ച സ്വത്തെല്ലാം നശിപ്പിച്ചു കളയുകയാണ്. വീട്ടിൽ യാതൊന്നുമില്ല. എത്ര സമ്പാദിച്ചു വെച്ചാലും ഇല്ല, ഇല്ല, ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? വചനം പറയുന്നു, എന്നെ തേടുന്ന മക്കൾക്ക് നന്മയിൽ ഒരു കുറവും ഉണ്ടാവുകയില്ലെന്ന്. കർത്താവിനെ നിങ്ങൾ തേടുന്നില്ല, അതുകൊണ്ട് തന്നെ അനുഗ്രഹമില്ല. വീട്ടിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒന്നുമില്ല, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ? എന്തെങ്കിലും പോരാട്ടമുണ്ടാകുമോ? പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? സമാധാന കുറവുണ്ടാകുമോ? ഒരിക്കലും ഇല്ല. വചനം അതാണ് പറയുന്നത്. എന്നെ തേടുന്നവർക്ക് നന്മയിൽ ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ കുറവുണ്ടാവാൻ കാരണം കർത്താവിനെ നിങ്ങൾ തേടുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ അവനില്ല, നിങ്ങളുടെ ജീവിതത്തിൽ അവനില്ല. അതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്, അതുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്, അതുകൊണ്ടാണ് എപ്പോഴും പ്രശ്നങ്ങൾ. ആ വീടിനുള്ളിൽ എല്ലാ കുറവുകളും ഉണ്ടാകും. അനാവശ്യമായ ചെലവുകൾ, അപ്രതീക്ഷിതമായ ചെലവുകൾ. കാരണം ദുർമാർഗ ജീവിതമാണ്. ആ ജീവിതം നേരെ ചൊവ്വയാകുമ്പോഴാണ് കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക. തെറ്റായ സൗഹൃദം, തെറ്റായ കൂട്ടുകെട്ടുകൾ, ഉത്തരവാദിത്വമില്ലാത്ത ജീവിതം, കുടുംബകാര്യങ്ങൾ ചുമതലയോടുകൂടി ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അടുത്തതായി ഈ ഇളയ മകൻ ചെയ്തതെന്താണെന്നോ നിങ്ങൾ നോക്കൂ. 17, 18, 21 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ പറയുകയാണ്, അപ്പോൾ സുബോധം വന്നിട്ട് അപ്പന്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയുണ്ടാകുന്നു. അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. 21-ാമത്തെ വചനം നോക്കൂ. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അവൻ പശ്ചാത്തപിക്കുന്നു. അപ്പോൾ ഈ ഒരു ബോധം എപ്പോഴാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ആ വചനം വ്യക്തമായി പറയുന്നുണ്ട്. അവന് സുബോധം തെളിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിന്തയുണ്ടായത്. അപ്പന്റെ അടുക്കലേക്ക് അവൻ പോയി. ഞാൻ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത അവന്റെ ഉള്ളിലുണ്ടായി. അവന്റെ ബുദ്ധി തെളിഞ്ഞു. എപ്പോഴാണോ നിങ്ങളുടെ ജീവിതം ദുർമാർഗത്തിലൂടെയുള്ള ഒരു ജീവിതമായി തീരുന്നത്, വചനമനുസരിച്ച് നമ്മൾ സുബോധമില്ലാതിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, അപ്പൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ, കർത്താവിന് കീഴടങ്ങി ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത ഒരു ജീവിതം. ഈ ജീവിതം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ശരിയായ ജീവിതമല്ല. ഈ ഇളയ മകൻ പറഞ്ഞത് എന്താണെന്നോ, സ്വബോധം വന്നപ്പോൾ അവന് അപ്പനെക്കുറിച്ചുള്ള ചിന്ത തോന്നി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിലെ 7-ാം വചനം വായിച്ചു നോക്കിയാൽ, ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ തന്നത്. ഈ സുബോധം അവൻ എപ്പോഴാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവ് നൽകുന്ന, കർത്താവ് നൽകുന്ന ഒരു വ്യക്തത. അപ്പോഴാണ് അവന്റെ ഉള്ളിൽ ഒരു വ്യക്തതയുണ്ടായത്. ഇന്ന് നോക്കിയാൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടാകും. ഒന്നുകിൽ മരണഭയമായിരിക്കും, ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരിക്കും, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഇങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്തു പോയല്ലോ, ഈ ബിസിനസ്സിൽ നിന്നും അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു വിധത്തിലുള്ള ഭയം ഉള്ളിൽ തോന്നും. പലരും എന്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു വരാറുണ്ട്, ഭയം തോന്നുന്നു എന്ന്. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പേടി. എന്തുകൊണ്ടാണത്? ആര് നൽകുന്ന ഭയം? ഇത് പിശാച് നൽകുന്ന ഭയമാണ്. പിശാച് നൽകുന്ന ജീവിതം. നിങ്ങളെ തെറ്റായ പാതയിലൂടെ പിശാച് വഴി നയിക്കുന്നതാണ് അതിന് കാരണം. എന്നാൽ കർത്താവ് ഈ ഇളയ മകനോട് പറയുകയാണ്, കർത്താവ് ഒരു സുബോധം അവന് നൽകുന്നു. ആ സുബോധമുള്ള പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ ചെന്ന് അവനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് അവന് ബോധ്യമാകുന്നത് തന്റെ അപ്പനെതിരായി പ്രവർത്തിച്ചിരിക്കുന്നു, അതുപോലെ സ്വർഗത്തിലും എന്റെ അപ്പ അങ്ങയുടെ മുമ്പിലും ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് പറയുന്നു. അങ്ങയുടെ മകനാണെന്ന് വിളിക്കപ്പെടാൻ പോലും എനിക്ക് യോഗ്യതയില്ല അപ്പ, അപ്പന്റെ വീട്ടിലൊരു ജോലിക്കാരനായി എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അപ്പന്റെ അടുക്കൽ ചെല്ലുന്നു. അങ്ങനെയാണ് അവൻ അപ്പന്റെ അടുക്കലേക്ക് എത്തുന്നത്. ആ അപ്പന്റെ ഹൃദയം എങ്ങനെയുണ്ടായിരിക്കും? സ്വന്തം മകനെ ഒരു വേലക്കാരനായിട്ട് ആ അപ്പൻ സ്വീകരിക്കുമോ? എന്റെ മകൻ എപ്പോഴാണ് എന്റെ അടുക്കൽ വരിക? എന്റെ മകനെ എപ്പോഴാണ് ഞാൻ കാണുക? അവനിപ്പോഴെവിടെയാണോ? എങ്ങനെ അലഞ്ഞു തിരിയുന്നോ? എന്റെ മകൻ ഉറങ്ങിക്കാണുമോ? എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ? ഒന്നും അറിയില്ലല്ലോ. അവൻ ദൂരദേശത്തേക്ക് പോയില്ലേ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? ആ അപ്പന്റെ ഹൃദയം സ്വന്തം മകനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും. ദൈവമക്കളെ,
ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് കണ്ണുനീരോടുകൂടി എല്ലാവരും കൈവെടിഞ്ഞ സ്ഥിതിയിൽ നിങ്ങളുടെ ദുർമാർഗ ജീവിതം എല്ലാവരെയും നഷ്ടപ്പെടുത്തി നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിരിക്കുകയാണോ? നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ആഗ്രഹം പോലെ ജീവിക്കാൻ പറ്റുന്നില്ലേ? ഇന്ന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ആ പിതാവ് നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ അപ്പന്റെ ഹൃദയം ഇളയ മകനെയും പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരുന്നുവോ അതേപോലെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിങ്ങളെയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. കാരണം എന്താണെന്നോ? കാൽവരി കുരിശിൽ നമുക്കായി ബലിയർപ്പിച്ച യേശുക്രിസ്തു തന്റെ ജീവൻ ത്യാഗം ചെയ്തവനാണ്. എല്ലാവരും നിങ്ങളെ ത്യജിച്ചേക്കാം, എല്ലാവരും നിങ്ങളെ കൈവെടിഞ്ഞേക്കാം, തെറ്റായ ഒരു കൂട്ടുകെട്ട് കാരണം എല്ലാവരും നിങ്ങളെ വെറുത്തേക്കാം. എന്നാൽ യേശു നിങ്ങളെ വെറുത്തില്ല. ഇന്ന് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇന്ന് ഈ വചനങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് കർത്താവായ യേശു നിങ്ങളെ വിളിക്കുകയാണ്. വരില്ലേ? ഇന്നെങ്കിലും എന്റെ അടുക്കൽ വരില്ലേ? എന്റെ മകളെ, ഇന്നെങ്കിലും എന്റെ അടുത്തേക്ക് വരികയില്ലേ? ഞാൻ നിന്നെ തേടി വന്നിരിക്കുകയല്ലേ? ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നത്? നിനക്കായി എന്റെ ജീവൻ വെടിഞ്ഞ് എന്റെ രക്തം ചൊരിഞ്ഞ് നിന്നെ അത്യധികം സ്നേഹിച്ചില്ലേ? എന്റെ അടുക്കൽ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നതായിരിക്കും. നിന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കും. നിനക്കൊരു നല്ല ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു. നിനക്കൊരു പുനർജീവൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേർപിരിഞ്ഞിരിക്കുകയാണോ? വേണ്ട സ്നേഹം കിട്ടുന്നില്ലേ? ആ സ്നേഹവും അനുഗ്രഹവും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. കർത്താവിന് നിങ്ങളുടെ ജീവിതം നൽകുകയില്ലേ? അപ്പോൾ കണ്ണുകൾ അടച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, അങ്ങയുടെ മക്കളാണിവർ. ഈ വാക്കുകൾ കേൾക്കുന്ന യേശുവേ, എത്രയോ പേർ തെറ്റായ കൂട്ടുകെട്ട് കാരണം, തെറ്റായ സൗഹൃദ ബന്ധങ്ങൾ കാരണം കഷ്ടപ്പെട്ട് തന്റെ ജീവിതം തന്നെ നശിച്ചുപോയ അവസ്ഥയിൽ മരണത്തിലേക്ക് പോയി അവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് യേശുവേ. ഇനി എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകില്ലേ? എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ? എത്രയോ പേരങ്ങനെ കണ്ണുനീരോടെ നിൽക്കുകയാണ്. ഇവർക്ക് വേണ്ടിയല്ലേ അങ്ങ് കുരിശിൽ രക്തം ചൊരിഞ്ഞത്? ഇവർക്ക് വേണ്ടിയല്ലേ കാൽവരി കുരിശിൽ അങ്ങ് ചാട്ടവാറടി ഏറ്റുവാങ്ങിയത്, വേദനിപ്പിക്കപ്പെട്ടത്? കർത്താവെ, അങ്ങ് പാടുപെട്ടില്ലേ യേശുവേ? എല്ലാ യാതനകളും അങ്ങ് കുരിശിൽ ഏറ്റുവാങ്ങിയില്ലേ യേശുവേ? ഈ മക്കൾക്കൊരു നല്ല ജീവിതം നൽകുന്നതിനായി, ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി, ലോകത്തിലുള്ള എല്ലാവരാലും വെറുക്കപ്പെട്ട ഈ സ്ഥിതിയിൽ പോലും ഈ മക്കളെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് ഇവർക്കൊരു ജീവിതം നൽകുന്നതിനായി സ്വന്തം ജീവൻ പണയം വെച്ചില്ലേ യേശുവേ? പണയം വെച്ചില്ലേ? ഇന്ന് കണ്ണുനീരോടുകൂടി ആരൊക്കെ വന്ന് അങ്ങയുടെ പാദങ്ങളിൽ അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി സ്വയം സമർപ്പിക്കുന്നുവോ, അവരെയെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ, സ്വീകരിക്കണമേ. എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ പുറന്തള്ളുകയില്ല എന്നങ്ങ് പറഞ്ഞിട്ടില്ലേ? അങ്ങയുടെ കുരിശിന് മുന്നിൽ നിന്നുകൊണ്ട് കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു യേശുവേ. അങ്ങയുടെ പാദങ്ങളിൽ വീണ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെയും അങ്ങ് നിരാകരിക്കരുതേ യേശുവേ. ഓരോരുത്തരും അങ്ങേക്ക് പ്രധാനപ്പെട്ടവരാണ് യേശുവേ. അങ്ങയുടെ മുൻപാകെ ഈ മക്കളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. ഈ വചനങ്ങളിലൂടെ അങ്ങ് ഈ മക്കളോട് ഇന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഈ മക്കളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. ഈ മക്കളെ അങ്ങ് പുറന്തള്ളാതെ സ്വീകരിച്ചതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് മാത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ജീവനുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെ ശനിയാഴ്ച ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മുടെ നാലുമാവിടിയിലുള്ള ദൈവഭവനത്തിൽ വെച്ച് നടക്കുന്നതാണ്. കുടുംബത്തോടെ അതിൽ പങ്കെടുക്കുക. രാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റവും ഉണർവും കൽപ്പിച്ചരുളുന്നതാണ്. അതുപോലെ തന്നെ വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കംഫർട്ട് ഡിജിറ്റൽ ചാനൽ, സത്യം TV, യേശു വിടുവിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തത്സമയ സംപ്രേഷണം കാണാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.